ഹരേ കൃഷ്ണ. സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു. നരസിംഹ ജയന്തിയാണ് വൈശാഖ മാസത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പുണ്യദിനം. ധാരാളം പുണ്യദിനങ്ങളാണ് വൈശാഖ മാസത്തിലൂടെ കടന്നു പോകുന്നത്. ഭഗവാനെ മറ്റെല്ലാ കാലഘട്ടങ്ങളെക്കാളിലും കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാർത്ഥനയിലൂടെ കൂടുതൽ അനുഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്ന മാസമാണ് വൈശാഖ മാസം, അല്ലെങ്കിൽ മാധവ മാസം എന്ന് പറയുന്നത്. ഭഗവാനെ മാധവനായി അച്യുതനായി പ്രാർത്ഥിക്കുക വഴി നമ്മുടെ ആഗ്രഹ സാഫല്യങ്ങളും രോഗദുരിതങ്ങളും ഒക്കെ കടന്നു പോകുന്ന ഒരു മാസമാണ് വൈശാഖ മാസം. അപ്പോൾ നരസിംഹ ജയന്തി കടന്നു വരുന്നത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസമായ മെയ് 22 ബുധനാഴ്ചയാണ്. നരസിംഹമൂർത്തിയായി ഭഗവാൻ അവതാരം ചെയ്തത് എന്തിനു വേണ്ടിയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദുഷ്ടനിഗ്രഹത്തിനു വേണ്ടിയും ശിഷ്ടരക്ഷയ്ക്ക് വേണ്ടിയും സമൂഹത്തിൽ നിലനിന്നിരുന്ന വ്യത്യസ്തമായ ആചാരങ്ങളെയും അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളെയും ആ ദുർനീതികളെയും ഇല്ലാതെയാക്കി ഭക്തരക്ഷയ്ക്ക് വേണ്ടി, ഭക്തജനപരിപാലനത്തിന് വേണ്ടി സാക്ഷാൽ ഭഗവാൻ പകുതി മനുഷ്യനും പകുതി സിംഹവുമായി ഒരു പ്രത്യേക രൂപത്തിൽ അവതാരം ചെയ്തിരിക്കുകയാണ്. തൻ്റെ ഭക്തന് വേണ്ടിയിട്ട് എന്തും ഏത് രൂപവും സ്വീകരിച്ച് ഭക്തരെ രക്ഷിക്കും. ഭക്തരെന്താണോ പറയുന്നത് അതുതന്നെയാണ് ഭഗവാന്റെ നീതി. ഈ തൂണിലും നിന്റെ നാരായണനുണ്ടോ? എല്ലാ സർവചരാചരങ്ങളിലും നാരായണനുണ്ട് എന്ന് പ്രഹ്ലാദൻ എന്ന ആ ബാലൻ പറയുമ്പോൾ, എങ്കിൽ ഈ നിർജീവമായ തൂണിലും നിന്റെ നാരായണനുണ്ടോ? നാരായണൻ നിന്നെ വന്ന് രക്ഷിക്കുമോ? ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് തൂണിൽ വെട്ടുമ്പോൾ ആ തൂണിൽ നിന്ന് സംഹാരരുദ്രനായ രൂപത്തിൽ 14 ലോകങ്ങളും ഞെട്ടുമാർ ഉച്ചത്തിൽ വിജൃംഭിതമായ ശബ്ദത്തോടുകൂടി ആ 10,000 സൂര്യ തേജസ്സോടുകൂടി ഉദയം ചെയ്ത അവതാരമാണ് നരസിംഹ അവതാരം. അപ്പോൾ ഭക്തൻ എല്ലാ ചരാചരങ്ങളിലും ഭഗവാനുണ്ടെന്ന് പൂർണ്ണമായ വിശ്വാസമുള്ള ഭക്തന് ആ ഭക്തന്റെ പൂർണ്ണ വിശ്വാസത്തെയാണ് അവിടെ എന്നേക്കും പ്രപഞ്ചമുള്ള കാലത്തോളം വാഴ്ത്തിപ്പാടുവാനായി ഭഗവാൻ അങ്ങനെ അവതാരം ചെയ്ത് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ഭഗവാന്റെ ആ ഭക്തരോടുള്ള ആ അദമ്യമായ സ്നേഹം, ഭക്തർക്ക് ഭഗവാനോടുള്ള ആ അചഞ്ചലമായ ഭക്തിയുടെ പ്രതീകമായി ഭഗവാൻ അവതാരം ചെയ്യും ഏതു രൂപത്തിലും. ഇത് ഓരോ ഭക്തർക്കും വളരെ വലിയ ഗുണപാഠമാണ്, മാതൃകയാക്കേണ്ടതാണ്. തന്നെ രക്ഷിക്കാൻ ഭഗവാൻ ഏത് രൂപം സ്വീകരിച്ചും, മനുഷ്യന്റെ രൂപത്തിലോ മറ്റേതെങ്കിലും രൂപം സ്വീകരിച്ച് തൻ്റെ ആപത്ഘട്ടങ്ങളിൽ തന്നെ രക്ഷിക്കാൻ ഭഗവാൻ വരും എന്ന ഉറച്ച വിശ്വാസം, ഉറച്ച ഭഗവാനോടുള്ള ആ ബന്ധമുള്ളവരുടെ മുന്നിൽ ഭഗവാൻ ഏത് രൂപം സ്വീകരിച്ചും വരും. അതിന് യാതൊരു തടസ്സവുമില്ല എന്നതാണ് പ്രഹ്ലാദന്റെ ജീവിതം കൊണ്ടും ആ നരസിംഹമൂർത്തിയുടെ അവതാരം കൊണ്ടും നാം മനസ്സിലാക്കുന്നത്. ദുഷ്ടനിഗ്രഹത്തിനും നീചശക്തികളെ ഇല്ലാതാക്കുവാനും നമ്മുടെ മനസ്സിലുള്ള തിന്മയെ ഇല്ലാതാക്കുവാനും നന്മയെ ഉയർത്തുവാനും ഭഗവാന്റെ പ്രഭാപൂരം കൊണ്ട് അന്ധകാരം ബാധിച്ച മനസ്സുകളെ ശാശ്വതമായ വെളിച്ചത്തിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന ആ ഒരു പുണ്യദിനമാണ് ശ്രീ നരസിംഹമൂർത്തിയായി ഭഗവാൻ സ്നേഹസ്വരൂപനായി, വാത്സല്യം ഉള്ളവനായി, കരുണാർദ്രനായി ഭഗവാൻ ഒരു പിതാവിൻ്റെ രൂപത്തിൽ പ്രഹ്ലാദന് മുന്നിൽ അവതരിച്ചത്. ആ ഉഗ്രരൂപി ആര് കണ്ടാലും ഭയന്ന് അപ്പോൾ തന്നെ മരിച്ചു വീഴുന്ന വിധത്തിലുള്ള ആ ഭീകര രൂപത്തിലിരിക്കുന്ന ആ നരസിംഹമൂർത്തി പ്രഹ്ലാദൻ, ബാലനായ കുട്ടിയായ പ്രഹ്ലാദൻ ഭക്തിയോട് സ്തുതിക്കുമ്പോൾ എടുത്തു വെച്ച് ലാളിക്കുകയും ആശ്ലേഷിക്കുകയും ആ കുഞ്ഞ് ശരീരത്തെ ഹൃദയത്തോട് ചേർത്തമർത്തുകയും ചെയ്യുന്ന വാത്സല്യ പൂരത്തിൻ്റെ പ്രതീകമായ പിതാവാണ് നരസിംഹമൂർത്തി. അപ്പോൾ ഭക്തന്മാർക്ക് നരസിംഹമൂർത്തി സ്വന്തം പിതാവും, ദുഷ്ടന്മാർക്ക് ഭയാനകമായ ഭീഭത്സമായ രൂപവുമാണ്. അപ്പോൾ നരസിംഹമൂർത്തിയെ ആര് ഭജിക്കുന്നുവോ അവരുടെ ഉള്ളിൽ നരസിംഹമൂർത്തിയാകുന്ന ഭഗവാൻ
സ്നേഹസ്വരൂപനാകുന്നു. വാത്സല്യ ഹൃദയത്തോടുകൂടി, ഒരു പിതാവിൻ്റെ സ്നേഹത്തോടുകൂടി നമ്മെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ചേർക്കുന്നു. നമ്മെ ഉപദ്രവിക്കാൻ വരുന്ന, നമുക്ക് ദോഷം വരുത്തുവാൻ ആഗ്രഹിക്കുന്ന ദുഷ്ടശക്തികളും ശത്രുക്കളെയും ഒക്കെ ഉഗ്രരൂപത്തിൽ നിന്നും അവരെ നമ്മിൽ നിന്നും ആട്ടി അകറ്റുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആ നരസിംഹമൂർത്തിയുടെ അവതാര ദിവസമാണ് ബുധനാഴ്ച ദിവസം 22-ാം തീയതി കടന്നു വരുന്ന നരസിംഹ ജയന്തി. ആ ദിവസം നരസിംഹ അവതാരം, പ്രഹ്ലാദ ചരിതം, അതുപോലെ തന്നെ പ്രഹ്ലാദ സ്തുതി, ഇതൊക്കെ നാം അന്ന് ഭജിക്കുന്നത് ഭാഗവതത്തിൽ അത് സപ്തമ സ്കന്ധത്തിൽ ഈ ഭാഗങ്ങൾ വായിക്കുകയും അതിൻ്റെ തത്വം മനസ്സിലാക്കുകയും അർത്ഥമറിയുകയും ഭക്തിയോടെ അത് ഭജിക്കുകയും ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമാണ്. അതുപോലെ തന്നെ പ്രഹ്ലാദ സ്തുതി, അത് നിത്യേന ജപിക്കുവാൻ ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. പ്രഹ്ലാദ സ്തുതി, പ്രഹ്ലാദൻ ഭഗവാൻ നരസിംഹ അവതാരമായി ഇങ്ങനെ നിലകൊള്ളുമ്പോൾ ആ നരസിംഹ അവതാരത്തിനെ ശാന്തമാക്കുവാൻ പര്യാപ്തമായിരുന്നു പ്രഹ്ലാദൻ്റെ സ്തുതി. ആ പ്രഹ്ലാദ സ്തുതി ഭാഗവതത്തിലെ ആ ഭാഗം നിത്യേന പാരായണം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ നിർഭയത്വം തരുവാനും ശക്തമായ തീരുമാനങ്ങൾ എടുക്കുവാനും നമ്മുടെ ജീവിതത്തിനൊരു നാരായണ കവചം സൃഷ്ടിക്കുവാനും വളരെ ഉത്തമമാണ്. അപ്പോൾ ഭക്തപ്രഹ്ലാദനും ഭഗവാനും തമ്മിലുള്ള ആ കഥ, ആ ജീവിതം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും അറിയാൻ വയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചെറിയ രൂപത്തിലൊന്ന് പറയുകയാണ്. ഭഗവാന്റെ 4ാമത്തെ അവതാരമാണല്ലോ നരസിംഹ അവതാരം. ആ നരസിംഹ അവതാരമായി ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചത് ഹിരണ്യകശിപിനെ ഇല്ലായ്മ ചെയ്ത് നിഗ്രഹിക്കുവാൻ വേണ്ടിയായിരുന്നു. ഭഗവാന്റെ വൈകുണ്ഠ ലോകത്തിൻ്റെ കാവൽക്കാരാണ് ജയവിജയന്മാർ. അവർക്ക് ശാപം കിട്ടിയിട്ട് അവർ അസുരന്മാരായി ജനിച്ചവരായിരുന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന ആൾ വളരെ ക്രൂരനായിട്ടുള്ള എല്ലാ അധമ പ്രവർത്തികളുടെയും ഒരു മൂർത്തി രൂപമായിരുന്നു. അപാരമായ ശക്തി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് അവർ നേടുകയും ചെയ്തു. സ്വമേധയാ ദുർമനസ്സുമായി ദുഷ്ടവികാരങ്ങളും പ്രവൃത്തികളുമായി ജനിച്ച അവരുടെ ആ ദുഷ്ടത വർദ്ധിപ്പിക്കുവാൻ, ശക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ബ്രഹ്മദേവനിൽ നിന്ന് വരം കൈക്കൊണ്ട് ത്രിലോകങ്ങളെയും ഭയപ്പെടുത്തി അവരുടെ ജീവിക്കുകയായിരുന്നു. ഹിരണ്യാക്ഷൻ ഒരിക്കൽ സമുദ്രത്തിൻ്റെ തിരകൾ തല്ലി തകർത്ത് ഛിന്നഭിന്നമാക്കി സമുദ്രദേവനായ വരുണന് ഗതിമുട്ടി നിൽക്കുമ്പോൾ ഭഗവാനോട് ചെന്ന് കരഞ്ഞപേക്ഷിക്കുന്നു. ഭഗവാൻ ആ അവസരത്തിൽ ഭൂമിയിലേക്ക് വരുന്നു. അപ്പോൾ ഭൂമിയെ ഒരു കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് പാതാള ലോകത്തേക്ക് പോവുകയാണ് ഈ ഹിരണ്യാക്ഷൻ. അവൻ്റെ പിന്നാലെ ഭഗവാൻ പിറകിന് ചെല്ലുന്ന കണ്ടപ്പോൾ അവൻ പാതാളത്തിൽ കൊണ്ടുവന്ന് ഭൂമിയെ ഒളിപ്പിക്കുന്നു. അപ്പോൾ ഭഗവാൻ ഒരു പന്നിയായി ചെന്ന്, പന്നിയുടെ രൂപം, അതായത് ബ്രഹ്മദേവന്റെ നാസാരന്ധ്രങ്ങളിലൂടെയാണ് പന്നിയായി ഭഗവാൻ അവതാരം ചെയ്തത്. അങ്ങനെ ആ ഭഗവാൻ തൻ്റെ തേറ്റമേൽ ഭൂമിയെ രക്ഷിച്ചെടുക്കുകയും യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവയ്ക്കുകയും ചെയ്യുന്നു. അതിനുശേഷം തൻ്റെ ആ തേറ്റ കൊണ്ട് ഹിരണ്യാക്ഷനെ മാറിൽ കുത്തി അവനെ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എല്ലാവരെയും ഉപദ്രവിച്ച് ആരെയും ഭയപ്പെടുത്തി എവിടെയും മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും രക്ഷയില്ലാതെ ശല്യം ചെയ്തിരുന്ന അവൻ്റെ അവസാനം അങ്ങനെ ഭഗവാൻ ഇല്ലായ്മ ചെയ്തു. അതിനുശേഷം അവൻ്റെ സഹോദരനായ ഹിരണ്യകശിപു നാരായണനോട് അപാരമായ വിദ്വേഷം വെച്ചു പുലർത്തി ഏതു പ്രകാരത്തിലും നാരായണനെ ഇല്ലാതാക്കണം, നാരായണ നാമം ജപിക്കുന്ന എല്ലാ സജ്ജനങ്ങളെയും കൊന്നൊടുക്കണം, എവിടെയൊരു സജ്ജനങ്ങളുണ്ടോ അവരെ എല്ലാം ഇല്ലായ്മ ചെയ്യണം, ലോകത്തെങ്ങും ഒരു ലോകത്തും നാരായണ നാമം ജപിക്കാൻ പാടില്ല, എല്ലായിടവും സർവശക്തനായ എൻ്റെ നാമം മാത്രം ജപിച്ചാൽ മതി, ഹിരണ്യായ നമഃ, ഈ നാമമേ എവിടെയും ജപിക്കാൻ പാടുള്ളൂ എന്ന പൂർണ്ണമായ നിബന്ധന. അത് അനുസരിക്കാതെ ആരെങ്കിലും ഏതെങ്കിലും സത്തുക്കൾ, മഹർഷികൾ, യോഗികൾ നാരായണ മന്ത്രം ജപിച്ചാൽ അവരുടെ നാവരിഞ്ഞ് കളയുവാൻ അവൻ നിർദ്ദേശം കൊടുത്തിരുന്നു.
ഈ ശക്തിയെല്ലാം കിട്ടിയത് അവന് ബ്രഹ്മദേവനെ തപസ്സനുഷ്ഠിച്ചായിരുന്നു. ഹിരണ്യാക്ഷനെ ഭഗവാൻ വധിച്ചതിന് ശേഷം മേരുപർവ്വതത്തിന് മുകളിൽ ചെന്ന് ബ്രഹ്മദേവനോട് വളരെ കഠിനമായ തപസ്സിലൂടെ വരമിരന്ന് മേടിച്ച് അങ്ങനെയാണ് ഇത്രയും ശക്തനായവൻ മാറിയത്. അത് ബ്രഹ്മദേവനോട് ഹിരണ്യകശിപു ആവശ്യപ്പെടുന്നത്, അങ്ങയുടെ സൃഷ്ടികളിൽ ആരും ഒരു ജീവിയും എന്നെ വധിക്കാൻ പാടില്ല, ഒരു ആയുധത്താലും എനിക്ക് മരണമുണ്ടാകരുത്, എനിക്ക് രാത്രിയോ പകലോ മരണം സംഭവിക്കാൻ പാടില്ല, എനിക്ക് അകത്തോ പുറത്തോ വെച്ച് മരണം സംഭവിക്കരുത്. ഇത്രയുമാണ് ഹിരണ്യകശിപു ബ്രഹ്മദേവനോട് ആവശ്യപ്പെട്ടത്. ഘോരമായ തപസ്സിലൂടെ ബ്രഹ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തിയപ്പോൾ ബ്രഹ്മദേവന് മറ്റു മാർഗമില്ലായിരുന്നു. ഈ വരങ്ങളൊക്കെ അദ്ദേഹം ഇവന് വേണ്ടി കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈ വരങ്ങളുടെയൊക്കെ ബലത്തിലാണ് ഇത്രയും നികൃഷ്ടമായ ചിന്തകളോടുകൂടി ജീവിക്കുന്ന ഈ ദുഷ്ടബുദ്ധി കൂടുതൽ ശക്തനായി മാറിയത്. അപ്പോൾ ഇനിയും ബ്രഹ്മദേവന്റെ സൃഷ്ടിയാൽ യാതൊരു ജീവജാലങ്ങളും മനുഷ്യനോ മൃഗമോ പകലോ രാത്രിയോ അകത്തോ പുറത്തോ ആരും എന്നെ കൊല്ലാനില്ല. സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ചത് ബ്രഹ്മദേവനാണ് ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച്. ആ ബ്രഹ്മദേവന്റെ സൃഷ്ടികളിൽ ആരും എന്നെ കൊല്ലില്ല, ഞാൻ ആരുടെയും കയ്യിൽ മരണത്തിന് പെടില്ല എന്ന അഹങ്കാര ചിന്തയുണ്ടായപ്പോൾ ഭഗവാൻ ബ്രഹ്മദേവന്റെ സൃഷ്ടിയല്ലാതെ സ്വയം ഭൂവായി തൂണിൽ നിന്ന് പിറന്നു വന്നു, മനുഷ്യനോ മൃഗമോ അല്ലാതെ. അതാണ് അവിടുത്തെ വൈപരീത്യം. അങ്ങനെ ജീവിച്ചിരുന്ന ഈ ഹിരണ്യകശിപു ആ കൊടുത്ത വരം കൊണ്ട് സർവ്വരെയും ഉപദ്രവിച്ച് അങ്ങനെ ജീവിച്ചു വരികയായിരുന്നു. ഇദ്ദേഹത്തിന് ഉണ്ടായ മക്കളായിരുന്നു ഭ്രാതൻ, അനുഭ്രാതൻ, പ്രഹ്ലാദൻ, സംഭ്രാതൻ എന്നിങ്ങനെയുള്ള 4 മക്കളാണ് ഹിരണ്യകശിപുവിനുണ്ടായിരുന്നത്. ഇതിൽ ഈ മക്കളെ ഭൃഗു മഹർഷിയുടെ ആശ്രമത്തിൽ ഭൃഗു മഹർഷി ഈ പ്രഹ്ലാദനുണ്ടായ സമയം തന്നെ അവിടെ വിട്ടുപോയിരുന്നു. കാരണം ഈ പ്രഹ്ലാദനെ എന്ന് പറയുന്ന സൽസന്താനം ഇവന്റെ അവസാനത്തിന് വേണ്ടി ഉണ്ടായതാണെന്ന് ആ മഹർഷിക്ക് അറിയാമായിരുന്നു. അങ്ങനെ മഹർഷിയുടെ മക്കളായിരുന്നു, ഭൃഗു മഹർഷിയുടെ മക്കളായിരുന്നു ഈ ഗുരുകുലത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പ്രഹ്ലാദനെ അവിടെ കൊണ്ട് പഠിപ്പിക്കുവാനായി വിടുന്നു ഗുരുകുല വിദ്യാഭ്യാസത്തിന് വേണ്ടി. അപ്പോൾ കുറേ വിദ്യാഭ്യാസം ഒക്കെ കഴിച്ചതിന് ശേഷം കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രഹ്ലാദനെ മടിയിലെടുത്തു വെച്ച് സ്നേഹത്തോടെ ലാളിച്ചുകൊണ്ട് ഹിരണ്യകശിപു ചോദിക്കുകയാണ്, മകനെ, നീ പഠിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ചതെന്താണെന്ന്. അപ്പോൾ അച്ഛൻ്റെ മടിയിലിരുന്ന് കൊച്ചു പ്രഹ്ലാദൻ പറയുകയാണ്, പിതാവേ, ജഗദ്ഗുരുവായ നാരായണസ്വാമിയെ സേവിക്കുക എന്നതാണ് ലോകത്ത് ഏറ്റവും മഹത്തരമായ കർമ്മം. ഇത് കേട്ടതാരാണ്? സാക്ഷാൽ ഹിരണ്യകശിപു. നാരായണ നാമം ജപിക്കുന്നവരുടെ നാമർത്ത് കളയുന്നവനാണ് ഹിരണ്യകശിപു. നാരായണൻ ഈ ലോകത്ത് ആരുമല്ല, ഞാനാണ് എല്ലാറ്റിൻ്റെയും അധികാരി. ഇന്ദ്രദേവനെയും ദേവലോകമെല്ലാം കീഴടക്കി ഇന്ദ്രനെയും പിടിച്ച് കെട്ടി എല്ലാ ലോകങ്ങളെയും കിടുകിടയെ വിറപ്പിച്ച് നടക്കുന്ന ആ സർവ്വദുഷ്ടകരനായ മനുഷ്യനോട്, ആ പിശാചിനോട് പറയുകയാണ്, നാരായണനാണ് ലോകത്തിലെ ജഗദ്ഗുരു. അദ്ദേഹത്തെ സേവിക്കുന്നതിനേക്കാൾ വലിയ ഒരു തത്വം ലോകത്ത് വേറെ ഇല്ല അച്ഛാ, പിതാവേ എന്ന് കുഞ്ഞു പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ട മാത്രയിൽ അത്യന്തം കോപത്തോടുകൂടി പ്രഹ്ലാദനെ പിടിച്ചൊരു തള്ളു കൊടുത്തു വെച്ചു അയാളുടെ മടിയിൽ നിന്ന്. കഷ്ടം, കൊച്ചു പ്രഹ്ലാദൻ നിലത്ത് വീണ് അവിടെ നിന്ന് അദ്ദേഹം എഴുന്നേറ്റ് നാരായണ നാരായണ എന്ന നാമം ഉരുവിട്ടുകൊണ്ട് കരഞ്ഞു അവിടെ നിന്ന്. അപ്പോൾ ഹിരണ്യകശിപു മോനോട് ചോദിക്കുവാണ്, എൻ്റെ ശത്രുവായ വിഷ്ണുവിനെയാണോ നീ ആരാധിക്കുന്നത്? അതിനുശേഷം തീക്ഷ്ണമായ ജ്വലിക്കുന്ന കണ്ണുകളോടെ ഭൃഗു മഹർഷിയുടെ പുത്രന്മാരെ വിളിച്ചിട്ട് കോപത്തോടെ ചോദിക്കുകയാണ്, എൻ്റെ ശത്രുവായ വിഷ്ണുവിനെ ഭജിക്കാനാണോ എൻ്റെ മക്കളെ ഞാൻ നിങ്ങളുടെ ഗുരുകുലത്തിലേക്ക് വിട്ടത്? നിങ്ങൾ അവിടെ അതാണോ പഠിപ്പിച്ചു വിട്ടത്?
എന്ന് ചോദിച്ചു. ഇയാളുടെ ആ കോപാന്ധമായ ചോദ്യവും മിഴികളും ഒക്കെ കണ്ടിട്ട് ഭൃഗുപുത്രന്മാർ പേടിച്ചു വിറച്ചുകൊണ്ട്, അവർക്ക് ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് അവർ പേടിച്ചു വിറച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ഇതൊന്നും ഞങ്ങൾ പഠിപ്പിച്ചതല്ല, കുമാരന്റെ ബോധത്തിൽ ഉദിക്കുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ അതെല്ലാം കുമാരനെ പറഞ്ഞ് തിരുത്തിക്കൊള്ളാം. ദയവായി ഞങ്ങൾക്കൊരവസരം കൂടി തന്നാട്ടെ എന്ന് പറഞ്ഞ് അവർ ആ കുഞ്ഞിനെയും കൊണ്ട് വീണ്ടും ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു പോവുകയാണ്. ആശ്രമത്തിലേക്ക് പോയി പ്രഹ്ലാദനോട് വീണ്ടും ചോദിക്കുന്നു, കുഞ്ഞേ, നീ ഇതൊക്കെ ഞങ്ങളെ കൊല്ലിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ അച്ഛന് നാരായണനെ ഇഷ്ടമല്ലല്ലോ. നാരായണ നാമം കേട്ടാൽ അദ്ദേഹം കലിതുള്ളി എല്ലാവരെയും കൊന്നെടുക്കുന്ന ആളല്ലേ. എന്നിട്ടും കുഞ്ഞെ, നീ എന്തിനാണ് ഞങ്ങളെ കൊല്ലിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് മോനെ എന്ന് ചോദിച്ചപ്പോൾ ആ ഗുരുവിൻ്റെ, ഞാൻ പഠിപ്പിക്കുന്ന ഭൃഗുവിൻ്റെ മക്കളായ ആ ഗുരുക്കന്മാരോട് കുഞ്ഞ് പറയുകയാണ്, സാക്ഷാൽ നാരായണനാണ് എൻ്റെ അച്ഛനെയും നിലനിർത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നാരായണന്റെ ജീവനാണ് നിലനിൽക്കുന്നത്. നാരായണനല്ലേ ഉള്ളൂ ഇവിടെ സത്യം. പിന്നെ എന്തിനാണ് അച്ഛനെ ആരാധിക്കുന്നത്? ഭഗവാന്റെ ഒരു സൃഷ്ടി മാത്രമല്ലേ അച്ഛൻ എന്ന് ചോദിക്കുകയാണ്. ആ ഗുരുക്കന്മാർ ഇത് കേട്ടിട്ട് ആകെ തളർന്നുപോയി. മാത്രമല്ല, ഗുരുകുലത്തിലുള്ള മറ്റു കുട്ടികളെയും നാരായണന്റെ പ്രാധാന്യവും പ്രപഞ്ചനാഥനായ ഭഗവാനെക്കുറിച്ചും ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിന്റെ ഏക ആധാരമെന്നും ഒക്കെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതുവരെയും രാജ്യത്തെ രാജാവായ ദുഷ്ടനായ ഹിരണ്യനാണ് ലോകത്തിന്റെ രക്ഷകനെന്നും ഹിരണ്യനെ ഭജിച്ചാലേ നമ്മുടെ ജീവിതമൊക്കെ നന്നായി പോവുകയുള്ളൂ എന്നും അയാളാണ് നമ്മുടെ ജീവന്റെയും ജീവിതത്തിന്റെയും സമ്പത്തിന്റെയും ഉടമയെന്നും അയാളെ മാത്രം ആശ്രയിക്കുകയാണ് ലോകരക്ഷയെന്നും ഒക്കെയാണ് ഈ കുഞ്ഞുങ്ങളെ അവിടെ പഠിപ്പിച്ചു വെച്ചിരുന്നത്. അപ്പോൾ പ്രഹ്ലാദൻ പറയുന്നു, ഹിരണ്യകശിപുവായ തൻ്റെ പിതാവിനെയും സൃഷ്ടിച്ചത് ഭഗവാനാണെന്നും ആ പിതാവിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ജീവനും ഭഗവാന്റേതാണെന്നും പറഞ്ഞു കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അത് സത്യമാണോ എന്ന് ആദ്യം അന്തം വിടുകയും പിന്നീട് പ്രഹ്ലാദൻ ഉദാഹരണ സഹിതം ഓരോ കാര്യങ്ങളും തത്വങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അത് അംഗീകരിക്കുകയും ചെയ്തു. എന്തിനു കൂടുതൽ പറയുന്നു, ഗുരുകുലത്തിലെ മറ്റു കുട്ടികളും നാരായണ നാമം ജപിക്കുവാൻ തുടങ്ങി പ്രഹ്ലാദൻ അവിടെ നിൽക്കുന്നത് കാരണം. അപ്പോൾ ആ പ്രഹ്ലാദൻ ജനനത്തിനു മുമ്പേ അമ്മയുടെ ഗർഭത്തിൽ, കയാതുവിന്റെ ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ നാരദ മഹർഷിയിൽ നിന്ന് ദൈവിക ജ്ഞാനം ഉൾക്കൊണ്ട കുഞ്ഞായിരുന്നു അത്. തൻ്റെ ഈ ദുഷ്ടനായ ഹിരണ്യന്റെ അന്ത്യം തൻ്റെ മകനിലൂടെ തന്നെ സംഭവിക്കണമെന്ന് ദൈവനിയോഗമുള്ളത് കൊണ്ട് നാരദ മഹർഷി ആത്മജ്ഞാനം കുഞ്ഞിനെ ആ വേദാന്തങ്ങളിലൂടെ മാത്രം തിരിച്ചറിയുന്ന ആ ഭഗവാനെ, ബ്രഹ്മത്തെക്കുറിച്ചുള്ള ബ്രഹ്മജ്ഞാനം ആ കുഞ്ഞിനെ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നു. അങ്ങനെയാണ് ഇത്രയും ലോകനാശകാരനായ ദുഷ്ടനായ ഹിരണ്യകശിപുവിന് ബ്രഹ്മജ്ഞാനം നേടിയ ആ ശ്രേയസ്കരനായ കുഞ്ഞുണ്ടായത്. അപ്പോൾ വീണ്ടും ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്നു. അച്ഛൻ വീണ്ടും പഴയതുപോലെ മടിയിലെടുത്ത് വെച്ച് വീണ്ടും ചോദിക്കുകയാണ്, കുഞ്ഞെ, ഈ കുഞ്ഞിനും വല്ലതും മാറ്റം സംഭവിച്ചോ? ഇവൻ എന്നെ തന്നെ ഭജിക്കാനാണോ പഠിച്ചു വന്നിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി ചോദിക്കുന്നു. കുഞ്ഞെ, നീ പഠിച്ചതിൽ ഇത്രയും കാലം നീ ഗുരുകുലത്തിലൊക്കെ പഠിച്ചല്ലോ, ഈ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം നീ എന്താണ് നിനക്ക് കിട്ടിയ ജ്ഞാനം, നീ എന്ത് തത്വമാണ് പഠിച്ചതെന്ന് ചോദിക്കുന്നു മടിയിലെടുത്ത് വെച്ച് വീണ്ടും. അപ്പോൾ കുഞ്ഞു പറയുകയാണ്, നിത്യവും, അല്ലയോ പിതാവേ, നിത്യവും ശ്രവണം, കീർത്തനം, മനനം എന്നിവയാൽ ഭഗവാൻ നാരായണനിൽ ഭക്തിയുണ്ടാകണം പിതാവേ. എങ്കിൽ മാത്രമേ മർത്യജന്മത്തിന് ശ്രേയസ്സുണ്ടാവുകയുള്ളൂ, മർത്യജന്മം പൂർണ്ണമാവുകയുള്ളൂ എന്ന് കുഞ്ഞ് ആ ബ്രഹ്മജ്ഞാനം, എങ്ങനെയാണ് ഒരു ഭക്തൻ ബ്രഹ്മത്തെ അറിയുന്നത് എന്ന കാര്യം ഹിരണ്യകശിപുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അനുസരണയില്ലാത്ത തൻ്റെ ശത്രുവിനെ, ആ കുഞ്ഞിനെ ഒരു ശത്രുവായി കണക്കാക്കി തൻ്റെ ശത്രുവായ നാരായണനെ സദാ ജപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഇവനെ കൊന്നുകളയണമെന്ന് ഹിരണ്യകശിപു തീരുമാനിച്ചു. തൻ്റെ മകനാണെങ്കിലും ഇവൻ തൻ്റെ ശത്രുവിനെയാണ് പ്രാർത്ഥിക്കുന്നത്, അപ്പോൾ ഇവനും എൻ്റെ ശത്രു തന്നെ എന്ന്. അതിനുവേണ്ടി ഈ കുഞ്ഞിനെ കൊല്ലുവാൻ വേണ്ടി
പ്രഹ്ലാദനെ വരിഞ്ഞു കിട്ടി മതയാനകളുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തു. എന്നാൽ ഭക്തിയോടെ നാരായണ നാമം ജപിച്ചുകൊണ്ട് യാതൊരു ഭയവും കൂടാതെ പ്രഹ്ലാദൻ പാഞ്ഞു വരുന്ന മതയാനകളുടെ മുമ്പിൽ നിന്നു. പെട്ടെന്ന് അവരുടെ ആ ദന്തങ്ങൾ മുറിഞ്ഞു വീഴുകയും അവയെല്ലാം അവിടെ തളർന്നു വീഴുകയും ചെയ്തു. അത് കണ്ട ഹിരണ്യകശിപു പ്രഹ്ലാദനെ ദംശിക്കുവാൻ അഷ്ടനാഗങ്ങളെ എല്ലാത്തിനെയും, പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും അവൻ കീഴടക്കി വെച്ചിരിക്കുകയാണ്. അഷ്ടനാഗങ്ങളും അഷ്ടദിക്പാലകരും എല്ലാവരും. അപ്പോൾ ആ അഷ്ടനാഗങ്ങളോട് പറഞ്ഞു, വാസുകി തുടങ്ങിയ സർപ്പങ്ങളൊക്കെയാണ് അഷ്ടനാഗങ്ങൾ, കാളിയൻ, വാസുകി തുടങ്ങിയവ, അവയെ പറഞ്ഞു വിട്ടു, പോയി കടിച്ച് അവനെ കൊല്ലൂ എന്ന് പറഞ്ഞ്. പക്ഷേ അവയും ആരുടെ സൃഷ്ടിയാണ്? ഭഗവാന്റെ സൃഷ്ടിയാണ്, നാരായണ സൃഷ്ടിയാണ്. എല്ലാറ്റിലൂടെയും ആ നാരായണന്റെ ജീവനാണ് കടന്നു പോകുന്നത്. അപ്പോൾ നാരായണനെ കൊല്ലുവാൻ ഒരു നാരായണ സൃഷ്ടിക്ക് കഴിയുമോ? അതും വെറും ഒരു സൃഷ്ടിയാണോ? നാരായണ സൃഷ്ടിയാണോ പ്രഹ്ലാദൻ? ഭഗവാന്റെ പൂർണ്ണമായ തത്വം അറിഞ്ഞ് വന്നിരിക്കുന്ന അപാരമായ സിദ്ധിവിശേഷങ്ങളുള്ള ശക്തിയുള്ള ഭഗവാന്റെ ആ എനർജി പൂർണ്ണമായി ലഭിച്ചിരിക്കുന്ന ഒരാളാണ് പ്രഹ്ലാദൻ എന്ന് പറയുന്ന ചെറിയ ശരീരമാണെങ്കിലും അതിലിരിക്കുന്ന ആ ആധ്യാത്മികമായ അറിവ് നേടിയ ആത്മാവ്. അതിനെ നശിപ്പിക്കുവാൻ അഷ്ടനാഗങ്ങൾക്കോ മതയാനകൾക്കോ അല്ലെങ്കിൽ ഹിരണ്യൻ പറഞ്ഞു വിടുന്ന മറ്റെന്തെങ്കിലും സാധിക്കുമോ? ഈ നാഗങ്ങളെല്ലാം പ്രഹ്ലാദനെ വണങ്ങി തിരികെ പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇതിന്റെ കൈയും കാലും ഒക്കെ വരിഞ്ഞു കെട്ടി കൊച്ചു പ്രഹ്ലാദനെ അഗ്നിയിലേക്ക് എടുത്തെറിഞ്ഞു. എന്നാൽ അഗ്നി ഭഗവാൻ ഒരു കേടുപോലും വരുത്താതെ, ഒരു ദോഷവും വരുത്താതെ പ്രഹ്ലാദനെ രക്ഷിക്കുകയും നമിക്കുകയും ചെയ്തു അഗ്നി ഭഗവാൻ. അതിനുശേഷം എങ്ങനെ നോക്കിയിട്ടും ഇവനെ കൊല്ലാൻ കഴിയുന്നില്ലല്ലോ എന്ന് കരുതി നാഗപാശത്താൽ ബന്ധിച്ച് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ തന്നെ ആ നാഗപാശം പൊട്ടിപ്പോവുകയും പ്രഹ്ലാദൻ വരുണദേവന്റെ കയ്യിൽ സുരക്ഷിതനായി ആവുകയും വരുണദേവൻ കരയിൽ പ്രഹ്ലാദകുമാരനെ എത്തിക്കുകയും ചെയ്തു. അങ്ങനെ പ്രഹ്ലാദനെ കൊല്ലുവാൻ പല മാർഗങ്ങളും പരീക്ഷിച്ച് തളർന്ന് പരാജയപ്പെട്ട നമ്മുടെ ഹിരണ്യകശിപു കുഞ്ഞിനെ വിളിച്ചു വരുത്തിയിട്ട് അലറുകയാണ് ചെയ്യുന്നത്. ഇത്രയും ദുർബലനായ നീ, ഇത്രയും ശിശുവായ നീ, ഇത്രയും വെറും മഹാദുർബലനായ നീ എന്ത് ധൈര്യത്തിലാണ് എൻ്റെ ആജ്ഞയെ ലംഘിച്ച് വിഷ്ണുവിനെ നീ സേവിക്കുന്നത്? ഇന്ന് ഞാൻ തന്നെ നിന്നെ കൊല്ലുവാൻ പോവുകയാണ്. നിന്റെ രക്ഷകനായി വിഷ്ണു നിന്നെ രക്ഷിക്കാൻ വരുമോ എന്ന് എനിക്കൊന്ന് കാണണമല്ലോ. എൻ്റെ ഈ കൊട്ടാരത്തിൽ എൻ്റെ സവിധം നിന്റെ വിഷ്ണു വിളിച്ചാൽ വരുമോ എന്ന് എനിക്കറിയണം. ഇത് കേട്ട പ്രഹ്ലാദൻ ഭക്തിപൂർവ്വം പറഞ്ഞു, ഇന്ന് എനിക്കുള്ള ആകെ ബന്ധുവാണ് എൻ്റെ നാരായണൻ. എൻ്റെ അച്ഛനായിരുന്നു എൻ്റെ ഏക ബന്ധു. പക്ഷേ അച്ഛൻ എൻ്റെ ശത്രുവായി മാറി എന്നെ കൊല്ലുവാൻ പല പ്രകാരം ശ്രമിക്കുന്നു. പക്ഷേ അച്ഛനോട് കുഞ്ഞിന് ഒരു ദേഷ്യമില്ല. കാരണം എന്താണ്? തത്വം അറിഞ്ഞ കുഞ്ഞാണ്. അച്ഛൻ്റെ ഉള്ളിലിരിക്കുന്ന ദുഷ്ടബുദ്ധിയാണെന്നും ആ ദുഷ്ടബുദ്ധിയെ പ്രവർത്തിപ്പിക്കുന്നതും സാക്ഷാൽ നാരായണൻ തന്നെയാണെന്നും ആ കുഞ്ഞ് തിരിച്ചറിഞ്ഞു. അപ്പോൾ തമോ ഗുണപ്രധാനിയായ തൻ്റെ പിതാവിനെ ആ ഗുണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഇനി നാരായണനെ കഴിയുകയുള്ളൂ എന്ന് ഭഗവാൻ അറിയാം. അപ്പോൾ അച്ഛനെ അവൻ ദേഷിക്കുന്നോ വെറുക്കുന്നോ ചെയ്യുന്നില്ല. അച്ഛൻ്റെ പ്രവൃത്തികൾ അജ്ഞത കൊണ്ടുണ്ടാകുന്നതാണ് എന്ന തിരിച്ചറിവ്. ഇതാണ് യഥാർത്ഥ ഭക്തൻ. ഭഗവാനെ അറിയുന്ന ഭക്തന്റെ ഗുണം ഇതാണ്. ഏത് തിന്മയുള്ളവരെയും ഭഗവാൻ സ്വീകരിക്കുന്നത് പോലെ ആ ഭക്തരും സ്വീകരിക്കും. തിന്മ അവരുടെ ഗുണങ്ങളുടെ കാരണമായിരിക്കും, അവരുടെ ജന്മാന്തര സംസ്കൃതിയുടെ ഭാഗമാകും. പക്ഷെ അവരിലിരിക്കുന്ന, അവരെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുകയും പറയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തി സാക്ഷാൽ ഭഗവാനാണ്, ബ്രഹ്മചൈതന്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാറ്റിലും പ്രവർത്തിക്കുന്ന ആ ബ്രഹ്മചൈതന്യം തന്നെയാണ് ആ തിന്മ ചെയ്യുവാനും നന്മ ചെയ്യുവാനും എല്ലാം പ്രേരിപ്പിക്കുന്നത് എന്ന ആ ഒരു ലോകതത്വം, ബ്രഹ്മതത്വം, ആ ബ്രഹ്മജ്ഞാനം തിരിച്ചറിയുന്നവൻ ആരാണോ അവൻ സമസ്ത ജീവജാലങ്ങളെയും സമഭാവനയോടെ കാണുമെന്നാണ് പ്രഹ്ലാദ ചരിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പ്രഹ്ലാദൻ അച്ഛനോട് പറയുകയാണ്, അച്ഛാ, എന്നെ രക്ഷിക്കാൻ എൻ്റെ നാരായണൻ മാത്രമേ ഇനിയുള്ളൂ. സർവ ചരാചര ജാതികളിലും നാനാവിധമായിട്ടുള്ള ഭൂഖണ്ഡങ്ങളിലും ആ ബ്രഹ്മജ്ഞാനമായ ആ ദിവ്യ തേജസ്സായ നാരായണൻ നിറഞ്ഞു നിൽക്കുന്നു പിതാവേ. ഭൂമി, വായു, അഗ്നി, ജലം, ആകാശം എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ആ നാരായണൻ തന്നെയാണ് അച്ഛാ അങ്ങയുടെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങയുടെ ജീവവായുവായി, അങ്ങയുടെ ശ്വാസമായി, അങ്ങയുടെ
പ്രാണനായി അങ്ങയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതും സാക്ഷാൽ നാരായണനാണ് പിതാവേ എന്നിങ്ങനെ ഇങ്ങനെ ഈ കുഞ്ഞു പറയുകയാണ്. എന്നോട് ഇങ്ങനെ അങ്ങ് സംസാരിപ്പിക്കുന്നത് പോലും നാരായണന്റെ പ്രവർത്തനം കൊണ്ടാണ് പിതാവേ എന്ന് പറയുന്നു. ഗന്ധങ്ങളിലും കേൾവിയിലും കാഴ്ചയിലും സ്പർശനത്തിലും രുചിയിലും എല്ലാം ശ്രീമൻ നാരായണൻ നിറഞ്ഞു നിൽക്കുന്നു. അതായത് പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെ നാം അനുഭവിക്കുന്നതെല്ലാം നമ്മുടെ ഉള്ളിൽ നാരായണൻ ഉള്ളതുകൊണ്ടാണ്. ആ നാരായണ ശക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ കണ്ണും മൂക്കും നാവും സ്കിന്നും എല്ലാം ഉണ്ടെങ്കിൽ പോലും അതിന് പ്രവർത്തനമുണ്ടോ? നാരായണൻ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ അവയവങ്ങളെല്ലാം ഡെഡ് ബോഡിയുടെ ദേഹത്തുമുണ്ട്. കണ്ണും ചെവിയും മൂക്കും എല്ലാം ഇല്ലേ, നാവും എല്ലാം ഇല്ലേ? പക്ഷെ അത് പ്രവർത്തിക്കുമോ? ഇല്ല. അത് പ്രവർത്തിക്കാൻ ആര് വേണം? സാക്ഷാൽ നാരായണൻ നമ്മുടെ ഉള്ളിൽ വേണം. അപ്പോൾ ആ നാരായണൻ ഉള്ളത് കൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നത്, അച്ഛൻ ഇങ്ങനെ ദേഷിക്കുന്നത്, അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എല്ലാ സ്ഥൂല വസ്തുക്കളിലും സൂക്ഷ്മ രൂപങ്ങളിലും എന്ന് വേണ്ട ഈ പ്രപഞ്ചത്തെ ചലനാത്മകമായി നിലനിർത്തുന്ന ഏകശക്തി നാരായണനാണ്. സൂക്ഷ്മമായും സ്ഥൂലമായും ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നതെല്ലാം നാരായണന്റെ വിവിധ രൂപങ്ങളാണ് അച്ഛാ. ജീവനില്ലാത്ത തുരുമ്പിൽ പോലും കല്ലിൽ പോലും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു. കാരണം അതും ഈ ബ്രഹ്മത്തിന്റെ ഭാഗമാണ്. ജീവനില്ലാത്ത കല്ലും പാറയും മലയും പർവ്വതങ്ങളും എല്ലാം മണ്ണും എല്ലാം ഈ ബ്രഹ്മത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതിലെല്ലാം നാരായണൻ നിറഞ്ഞു നിൽക്കുന്നു പിതാവേ എന്ന് കുഞ്ഞ് പറഞ്ഞു കൊടുക്കുകയാണ്. അച്ഛാ, എന്നെ അവിടുന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും അവിടുന്ന് എന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നതും എല്ലാം നാരായണന്റെ ഇച്ഛ തന്നെയാണ്. അങ്ങയുടെ ഉള്ളിലിരുന്ന് നാരായണൻ ഇച്ഛിക്കുന്നത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അങ്ങ് ഇതെല്ലാം പറയുന്നത്. ഇതൊക്കെ ഈ ആത്മതത്വങ്ങളെല്ലാം കേട്ടത് ആരാണ്? കോപാക്രാന്തനായ സംഹാരരുദ്രനായി നിൽക്കുന്ന ഹിരണ്യകശിപുവാണ്. ഇത് കേട്ട ആ കോപാക്രാന്തനായ ഹിരണ്യകശിപു അടുത്ത് കണ്ട ഒരു തൂണിൽ ആഞ്ഞു വെട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, ഈ തൂണിൽ നിന്റെ വിഷ്ണു ഉണ്ടോ? വെട്ടേറ്റതോടെ ഇങ്ങനെയുള്ള ചോദ്യത്തോടുകൂടി ഒറ്റ വെട്ട് കൊടുത്തു തൂണിൽ. വെട്ടേറ്റതോടെ തൂണിൽ നിന്ന് 8 ദിക്കുകളും മുഴങ്ങുമാറ് ഒരു ഗർജനത്തോടുകൂടി ഉഗ്രരൂപിയായ നരസിംഹമൂർത്തി അവതരിച്ചു. അപ്പോൾ ആ സമയത്താണ് ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുർ നമാമ്യഹം. ആ സമയത്ത് ആ ഉഗ്രരൂപിയായ നരസിംഹമൂർത്തിയുടെ ആ ജനനമാണ് അവിടെ, ആ അവതാരമാണ് അവിടെ നടക്കുന്നത്. എന്നാൽ ഹിരണ്യകശിപു നരസിംഹമൂർത്തിയെ എതിരിടാൻ ശ്രമിച്ചു. ആ തൂണിൽ നിന്ന് 10,000 സൂര്യ തേജസ്സോടുകൂടി കാണുന്നവരുടെ കണ്ണിൽ അന്ധകാരം ബാധിക്കുന്ന വിധത്തിലുള്ള ആ തേജസ്, കണ്ണ് കാണാൻ കഴിയാത്ത വിധത്തിലുള്ള തേജസ്, 8 ദിക്ക് ഞെട്ടുന്ന വിധത്തിലുള്ള അട്ടഹാസത്തോടുകൂടി ഉഗ്ര തേജസ്സോടുകൂടി ഭയാനകമായ രൂപത്തോടുകൂടി ആര് കണ്ടാലും പേടിച്ച് ദൂരെ ഒളിച്ചു പോകുന്ന ആ മഹാശക്തിമാനായ നരസിംഹമൂർത്തിയെ എതിരിടാൻ ഹിരണ്യകശിപു ശ്രമിച്ചു. ഭഗവാൻ അവതരിച്ചത് സന്ധ്യാവേളയിലായിരുന്നു. വൈശാഖ മാസത്തിലെ ഒരു സന്ധ്യാസമയം, ചതുർദശി ദിവസം. ആ സന്ധ്യാവേളയിൽ രാത്രിയും പകലുമല്ലായിരുന്നു ആ സമയം. ഹിരണ്യകശിപിനെ വാതിൽ കവാടത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് തന്റെ മടിയിൽ കിടത്തി കൂർത്ത നഖങ്ങൾ കൊണ്ട് നരസിംഹമൂർത്തി അവന്റെ കുടൽമാല പറിച്ചെടുത്തു. അതിനും വേറെ എന്താണ് അവന് കൊടുക്കാനുള്ളത്? അവൻ പറഞ്ഞു, ഒരു ആയുധങ്ങൾ കൊണ്ടും എന്നെ കൊല്ലുവാൻ പാടില്ല. ബ്രഹ്മദേവൻ സൃഷ്ടിച്ച ഒരു സൃഷ്ടിക്കും എന്നെ കൊല്ലാൻ പാടില്ല. ബ്രഹ്മദേവന്റെ സൃഷ്ടിയല്ല, ഭഗവാൻ സ്വയം അതിൽ നിന്നു ഒരു ബ്രഹ്മദേവൻ സൃഷ്ടിച്ച സൃഷ്ടിയാണെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒരു യോനിയിലാണ് ജനിക്കുന്നത്. ഇത് പകുതി മനുഷ്യനും പകുതി സിംഹവുമായി തൂണിൽ നിന്ന് പിറന്നു വന്നതാണ്. പിളർന്ന ആ തൂണിനുള്ളിൽ നിന്ന് അവതരിച്ചതാണ്. അപ്പോൾ ഒരായുധങ്ങൾ കൊണ്ടും എന്നെ കൊല്ലാൻ പാടില്ല. അതുകൊണ്ടാണ് ഭഗവാൻ തന്റെ കൂർത്തുമൂർത്ത നഖങ്ങൾ അതിനുവേണ്ടി ഉപയോഗിച്ചു. അവന്റെ കുടൽമാല വലിച്ചെടുത്തു. എന്നിട്ടും അവൻ ചെയ്ത ക്രൂരതകൾ, ഒരു കൊച്ചു കുഞ്ഞിനെ ഉപദ്രവിക്കുക, ലോകത്തുള്ള സർവ്വ ജനങ്ങളെയും
ഇല്ലായ്മ ചെയ്യുക, നാരായണ നാമം ജപിക്കുന്നവരെ അറുത്തു കൊല്ലുക, എന്തൊക്കെ ക്രൂരതകളാണ് ചെയ്തത്. അതിന് ഇവൻ ഈ ഒരു ശിക്ഷ കിട്ടിയാൽ മതിയാകുമോ? അവന്റെ കുടൽമാല മാന്തിയെടുത്തു. അങ്ങനെ ബ്രഹ്മദേവന്റെ സൃഷ്ടി അല്ലാത്തതും രാത്രിയും പകലുമല്ലാത്തതുമായിട്ടുള്ള സമയത്ത് മനുഷ്യനും മൃഗവുമല്ലാത്തതായ ആ നരസിംഹമൂർത്തി ഹിരണ്യകശിപിനെ വധിക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ മടിയിൽ വെച്ചാണ് ഹിരണ്യകശിപിനെ വധിച്ചത്. ആ വധത്തിന് ശേഷം കലിയടങ്ങാത്ത നരസിംഹമൂർത്തിയെ ശാന്തനാക്കുവാൻ ദേവന്മാർ മഹാലക്ഷ്മി ദേവിയോട് അഭ്യർത്ഥിച്ചു. എന്നാൽ ഉഗ്രരൂപിയായ ആ കലിയടങ്ങാത്ത നരസിംഹമൂർത്തിയുടെ മുന്നിൽ ചെല്ലാൻ പോലും ദേവി ഭയന്നു വിറച്ചു. അപ്പോൾ ഇനിയൊരാശയം പ്രഹ്ലാദകുമാരൻ മാത്രമാണെന്ന് മനസ്സിലാക്കി ദേവന്മാർ ചെന്ന് പ്രഹ്ലാദനോട് പറയുകയാണ്, കുഞ്ഞെ, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ ഉഗ്രരൂപം കൈക്കൊണ്ടത്. അതിനാൽ കുമാര, അങ്ങയുടെ സ്തുതിയിലൂടെ മാത്രമേ ഇനിയും ഭഗവാൻ ശാന്തനാകൂ. അങ്ങ് ഭഗവാനെ സ്തുതിക്കൂ. അങ്ങയുടെ ആ ഭക്തിപൂർവമുള്ള സ്തുതി കേട്ട് ഈ ഉഗ്രരൂപിയായ ഭഗവാൻ ശാന്തനാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ദുർജടിയും ലോകൈകനാഥം നരസിംഹമാർജവ വീര്യ പരാക്രമവാരിധിയും നമ്മൾ ഭാഗവതത്തിൽ വായിക്കുന്നതാണ് പ്രഹ്ലാദസ്തുതി. അങ്ങനെ ബ്രഹ്മാദികൾക്ക് പോലും അറിയാത്ത ഭഗവാന്റെ ഈ ബ്രഹ്മസ്വരൂപത്തെ പ്രഹ്ലാദൻ സ്തുതിച്ചു തുടങ്ങി. ദുർജടിയും ലോകൈകനാഥം എന്ന ആ സ്തുതിയിലൂടെ സ്തുതിച്ചു തുടങ്ങി. പ്രഹ്ലാദന്റെ സ്തുതി കേട്ട നരസിംഹമൂർത്തി ശാന്തനാവുകയും കുമാരനെ മടിയിലിരുത്തി അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ആ അനുഗ്രഹം കൊടുത്തതെന്തായിരുന്നു? പ്രഹ്ലാദൻ പറയുകയാണ്, എനിക്ക് അങ്ങയെ അഷ്ടരാഗങ്ങളെല്ലാം എന്നിൽ നിന്ന് കടന്നു പോകണം. മതമാത്സര്യ ഡംഭ് അഷ്ടരാഗങ്ങൾ, ആ രാഗങ്ങളെല്ലാം ഓരോന്നും നഷ്ടപ്പെട്ട് അവസാനം ഞാൻ എന്ന അഹംബോധം തന്നെ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ട് ഒരു പൂർണ്ണ ഭക്തനായി അവിടുന്ന് തന്നെയാണ് ഞാൻ എന്ന ആ ഒരു മായാഭ്രമത്തിൽ നിന്ന് മോചനം നേടിയ ആ സത്വ ആത്മാവായി എന്നെ ഭക്തിയോടെ എന്നും നിലനിൽക്കാൻ അനുഗ്രഹിക്കണേ എന്നാണ് പ്രഹ്ലാദൻ ഭഗവാനോട് നരസിംഹമൂർത്തിയോട് ആവശ്യപ്പെടുന്നത്. കുഞ്ഞെ, നിനക്ക് എന്താണ് വരം വേണ്ടത്? നിന്റെ പ്രാർത്ഥനയിൽ സ്തുതിയിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു എന്ന് മടിയിലെടുത്തു വെച്ച് ഓമനിച്ചുകൊണ്ട് പ്രഹ്ലാദകുമാരനെ ഹൃദയത്തിൽ ചേർത്ത് നരസിംഹമൂർത്തി ചോദിക്കുമ്പോൾ കുഞ്ഞു പറയുന്നു, എന്നിൽ അഷ്ടരാഗങ്ങളൊന്നും പ്രവേശിക്കല്ലേ ഭഗവാനെ. എനിക്ക് അങ്ങനെയുള്ള രാഗദ്വേഷങ്ങളെല്ലാം പ്രവേശിച്ചാൽ എനിക്ക് അങ്ങയോടുള്ള ഭക്തി നഷ്ടപ്പെട്ടു പോകും. അങ്ങയോടുള്ള പൂർണ്ണമായ ഭക്തി മാത്രം മതി എനിക്ക് വരമായി. പിന്നെയോ, എൻ്റെ പിതാവ് ചെയ്ത തെറ്റുകളെല്ലാം പൊറുക്കണേ, എൻ്റെ പിതാവിന് സ്വർഗലോകം കൊടുക്കണേ എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നു, എൻ്റെ കൈകളാൽ അവൻ മൃത്യുലോകം പ്രാപിച്ചപ്പോൾ തന്നെ നിന്റെ പിതാവിന് മുമ്പുള്ള 7 തലമുറയും ശുദ്ധമാക്കപ്പെട്ടു നിന്റെ സത്കർമ്മങ്ങൾ കൊണ്ട് തന്നെ. ഇനി നീ അതോർത്ത് വിഷമിക്കണ്ട എന്ന് പറയുകയാണ്. പിന്നീട് ഈ കുഞ്ഞിന് അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നരസിംഹമൂർത്തി വിഷ്ണു ഭഗവാനിൽ വിലയം കൊള്ളുകയാണ് ചെയ്യുന്നത്. ഇതാണ് നരസിംഹ അവതാരം. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഭഗവാനോടുള്ള ഭക്തി വർദ്ധിക്കുവാനും അറിയാൻ വയ്യാത്തവർക്കത് കേൾക്കുവാനും ഒരവസരമായി ഇത് വിനിയോഗിക്കുക. എല്ലാവരും നരസിംഹ ജയന്തിയിൽ ഭഗവാനെ നരസിംഹ അവതാരം, പ്രഹ്ലാദചരിതം, പ്രഹ്ലാദസ്തുതി, ഇതുവരെയും പ്രഹ്ലാദസ്തുതി ജപിച്ചിട്ടില്ലാത്തവർ അന്നു മുതൽ അതൊരു തുടക്കമായി കണ്ട് പ്രഹ്ലാദസ്തുതിയിൽ ഏർപ്പെടുക. എല്ലാവർക്കും ഭഗവാൻ നരസിംഹമൂർത്തിയുടെ രൂപത്തിൽ ശക്തിയും ധൈര്യവും തന്ന് ശത്രുക്കളിൽ നിന്ന് മോചനം തന്ന് രക്ഷ തരട്ടെ. ലോക ജീവിതത്തിൽ രക്ഷിക്കുവാൻ ഭഗവാൻ മാത്രമേയുള്ളൂ. ഈ ഇഹലോകത്തിലെ ഈ ദുഃഖത്തിൽ നിന്ന് കൈപിടിച്ച് മറുകരയെത്തിക്കാൻ ഭഗവാൻ എല്ലാവർക്കും കൂടെയുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.